ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു വാക്കിംഗ് പോവാണ്. ചാരുന്ന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് പുതിയ തീരുമാനം എടുത്തിട്ട് ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട് അല്ലേ കല്ലോ? ചാരു നല്ലോട്ട് നാളെ തൊട്ട് രാവിലെ എണീച്ച് പോരില്ല എന്നെല്ലാണ് പറയുന്നത്. നോക്കാം എന്തായാലും ഒന്ന് ഇയാളെന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉള്ളതാണ്. അതിങ്ങോട്ട് പുതിയൊരു പുതുതല്ല എന്നാലും ചാരുന്നൊരു പുതിയൊരിത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാം വെള്ളത്തിൻ്റെ ട്രാക്ടർ വേണ്ട രാവിലെ തന്നെ ഫുള്ളും ടാങ്കർ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ കൊണ്ടാട്ടിട്ടുണ്ട്. ഇവിടെ തന്നെയായിട്ടൊരു കുഴൽക്കിണറുണ്ട്, അതിൽ നിന്നാണ് വെള്ളം എടുക്കുക. ഏതെല്ലാം ഉണ്ട്, പക്ഷെ ഇവിടുന്ന് കുറേ വണ്ടിയിൽ വെള്ളം വെക്കണം. ഇവളി 6 മണിക്കൊന്നും എണീക്കലേ ഇല്ല, അതുകൊണ്ട് ഇന്ന് 6 മണിക്ക് എണീപ്പിച്ചതാണ്. ഇനി ഇന്നോട്ട് എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുമെന്നല്ല പറഞ്ഞത്. പടച്ചോനറിയാം, തമ്പുരാനറിയാം. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇന്നോട്ട് ഡെയിലി വ്ളോഗും കഴിഞ്ഞാൽ രാവിലെ എണീച്ച് നടക്കാനും വരും. ആദ്യം കുറച്ച് ദിവസം നടക്കും, പിന്നെ കുറച്ച് ദിവസം ഓടും. ഇല്ല ചാരോ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കാണാ. ഞാൻ ഇങ്ങനെ രാവിലെ എണീച്ചിട്ടുള്ളൂ. രാവിലെ എന്ന് വെച്ചാൽ ഇവിടെയല്ല, എൻ്റെ നാട്ടിൽ മാത്രമേ ഞാൻ എണീച്ചിട്ടുള്ളൂ. ആ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും 6 മണി കാണുന്നത് ആദ്യമായിട്ട്. അത് ചുരുക്കി പറയാം, അല്ലാണ്ട് അതിൽ നേരത്തെ 6 മണിക്കോളം എണീക്കലേ ഇല്ല, ഒരിക്കലും എണീക്കില്ല. സ്കൂളിൽ പോകണമെങ്കിൽ 8:15 7 എണീക്കും. അതാണ് കുട്ടി. അപ്പം വെറുതെ ആണെന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രയലാണ് ഗസ്. എവിടെ വരെ പോകുമെന്ന് അറിയില്ല, ചിലപ്പോൾ നാളെ കിടന്നുറങ്ങാനാണ് സാധ്യത. എന്തായാലും ഇത് കുറച്ച് വലിയൊരു പാർക്കാണ്, ഒരു ലേക്ക് സൈഡിലാണുള്ളത്. നമുക്കിത് ഫുള്ളൊന്ന് നടക്കാം. ഇന്നൊരു ദിവസം ചാരുവിനെ ഫുള്ള് നടത്തുന്നതാണ്, കാരണം ഫസ്റ്റ് ദിവസമല്ലേ. അതിനെക്കൊണ്ട് എന്ന് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ കരക്കോട്ടൊന്നും ചാരുവിനൊരു പ്രശ്നമല്ല, ഓൾറെഡി എല്ലാ ദിവസവും കരാട്ടൊക്കെ ക്ലബ് പോകുമ്പോൾ ചെയ്യുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്നെയാണ് ഫുള്ള് നടക്കുന്നത് എല്ലാവരും. നടന്നിട്ടില്ല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ചിലപ്പോൾ പകുതി ഏരിയ പോകും, അപ്പോഴത്തേക്ക് കല്ലുണിച്ച് കരയുന്നതാണ്, പിന്നെ നടക്കൂല. അങ്ങനെയാണ് നാളെ തൊട്ട് നമ്മൾ കല്ലുവിനെയും കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്കടോ, നോക്ക്, ഇത് ഇത്രയും വലിപ്പമുണ്ടല്ലേ. ഓ ഐ സി ഇങ്ങനെ കാഴ്ചയും കണ്ട് പോയാൽ കുറേ നടക്കും. ഇത് കുറേ നടക്കും. എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇന്ന് എന്തെല്ലാം പരിപാടി ചെയ്യുന്നതെന്ന് നോക്കാം. ഓടാനാ? ഇന്നെന്തായാലും ഓടാൻ നിൽക്കുന്നില്ല, പതിവില്ലാണ്ട് ഓടിയിട്ട് ഒറ്റയടിക്ക് ഓടാൻ നിന്ന് ശരിയാവില്ല. ഒന്ന് ബോഡീനെ സെറ്റാക്കി എടുത്തിട്ട് ഓടാൻ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഇയാൾ നടന്നിട്ട് ഈ പാർക്കിൻ്റെ ഒരു പകുതി ഭാഗത്തെത്തിയിട്ടുണ്ട്. ചാരു നല്ല സ്പീഡ് പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നാളെ കാല് കഴിഞ്ഞൊന്നും പറഞ്ഞ് പണിക്കൂല. പോട്ടെ കേട്ടോ, സ്റ്റോപ്പ് ചെയ്യാണ്ട് പോടെ. ഒരു 10 മിനിറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു പകുതി എത്തി. എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലൊരു 5 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ട്. പകുതി ഭാഗത്ത് എത്തിയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് ഫുള്ള്. ഇനി എങ്ങോട്ട് നടന്നാലും കുറേ ഉണ്ട്, കാരണം ഇങ്ങനെ നടന്നാൽ ഒറ്റയടിക്കാൻ എത്തുമോ. ഇപ്പം തിരിച്ച് നടന്നാലും പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ വന്നിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ നല്ലോണം നടന്നിങ്ങെത്തുമ്പോഴത്തേക്ക് ഫുള്ള് നടന്നിട്ടില്ല. അപ്പം നമ്മളിത് ഫുള്ള് കവർ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വാർട്ടറിലുണ്ട് ഗസ്. ഇവിടെ രാവിലത്തെ ക്രിക്കറ്റ് കളിയെല്ലാം കുശാലായിട്ട് നടക്കുന്നുണ്ട്. കൊള്ളാം. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് നല്ല വൃത്തിക്ക് ഓടുന്നുണ്ടാ. എല്ലാം ഡെയിലി ഓടാൻ വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഓടാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് ഗസ്.
നടക്കുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയല്ല ഓടാൻ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കിടന്നുറങ്ങി ശീലിച്ചു. പക്ഷെ നമ്മളെല്ലാം രാവിലെ എണീക്കില്ല. എന്നാ എന്തോ മണക്കുന്നില്ല. അത് ഈ വെള്ളത്തിൻ്റെ കണ്ട, ഈ ലേക്കിലെ വെള്ളത്തിൻ്റെ കട്ടമാറ്റം. ബട്ട്സ് ഈ സൂര്യൻ ഉദിച്ച് വരുന്ന ഗോയ്സ്. അത് ശരിക്കും രാവിലെ എണീച്ചാണ് കേട്ടോ. വൈകുന്നേരം വന്നിട്ട് പറ്റിക്കുന്നില്ല. എന്തോ ഒരു നാട്ടം. കണ്ട വാവ്. ഗൈസ്, ഞാൻ ഈ പശിക്കിട്ട പേരാണ് രായപ്പ. ഈ ഫോണ് വീഡിയോയിൽ ഇതിന് ഇത്രയും വലിപ്പം, ഇതിൻ്റെ വലിപ്പം കൃത്യം മനസ്സിലാകുന്നില്ല. അത്യാവശ്യം വലിയതാ. പേരെല്ലാം എന്താണോ എന്തോ. നല്ല സിലകാണ്. നിറച്ചുണ്ട് ഇപ്പോൾ. ഇത് ഫുള്ള് ഇപ്പം വെള്ളത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ തീർത്ത കല്ലുമ്മൽ ആടെ കയറിക്കും. നോക്കിയാ നടക്ക്, നോക്ക്. ആ മീനിനെ തപ്പി നടക്കുന്നുണ്ടാ. രണ്ട് കാലും ചുണ്ടും. ചുണ്ടാ അതിൻ്റെ മെയിൻ. ചുണ്ടല്ല, കൊക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു റൗണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, ഇന്നല്ല ഈസി ബിസിലാ. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇയാളൊരു റൗണ്ട് ഫുൾ അടിച്ച് വന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നാളെ നമുക്ക് എത്ര കിലോമീറ്റർ നോക്കാം. ചിലപ്പം അത്ര ഉണ്ടാവില്ല. പക്ഷെ നടന്നു കുറേ ഉണ്ടല്ലേ. കുറേ ആയി നടക്കാൻ വരാത്ത. ഇവിടെ ഉറക്കം വരുന്നത്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല. കല്ലു ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട്. എന്നിട്ട് രാവിലെ എണീക്കാൻ തന്നെ അതൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ ടാസ്ക് ഇയാൾ ഇനി 2 മാസത്തേക്ക് ഏറ്റെടുത്തേക്കാം. എല്ലാവരും ചിലപ്പോൾ 2 ദിവസം ആവാനും സാധ്യതയുണ്ട്. നാളെ രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഹോം. അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിക്കുന്നതായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ് കുട്ടി ചെയ്യാൻ പോകുന്നത്? കുറച്ചു നേരം പിന്നെ ഡ്രോയിങ് ചെയ്യും. പിന്നെ കുറച്ചു നേരം സ്റ്റഡി ചെയ്യും. സ്റ്റഡി മാത്രം ലിസ്റ്റിൽ ഉണ്ടാവില്ല. ഫോണിന്റെ കൂടി കളിക്കും കുറച്ചു നേരം. പിന്നെ പിന്നെ ഇവിടെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് എന്ന് പറഞ്ഞൂടാ. ചിലപ്പോൾ അവിടെ പോകും. അല്ലെങ്കിൽ ഞാൻ വേറെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്തെല്ലോ പറയുന്നുണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതെന്താ, ടാങ്കറൊന്നും നിറച്ചിക്കില്ലേ? വെള്ളം കുറവാണ് ഈശ്വര. വെള്ളത്തിന് ക്ഷാമം തുടങ്ങി. അപ്പം ഒക്കെ ഇനിയിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് കിട്ടുന്നത്. ഇടയ്ക്ക് വെള്ളം ഫുള്ളായിട്ട് സ്റ്റോപ്പായി പോകുന്നുണ്ട്. ഒരു ദിവസം മൊത്തം വെള്ളം ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. ചായ കുടിക്കും. ഒരു പാല് വാങ്ങണ്ടേ? പാല് വാങ്ങണ്ടേ? ചാരുവിൻ്റെ സ്കൂള് അപ്പം നമ്മൾ പോയി ചായ കുടിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. പക്ഷെ വീട്ടിലെത്തിയാലും ആരും എണീച്ചിട്ടില്ല. അച്ഛനും മോളും നല്ലോണം ഉറങ്ങുന്നുണ്ട്. നാളെ ജിതിയേട്ടനെ കല്ലുവിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പം രണ്ടാളും ഉറങ്ങട്ടെ. നമ്മൾ ചായ കുടിക്കാം എല്ലാവരും. അപ്പോൾ ഇതിന് ഒരു ചായ എല്ലാം കുടിക്കുന്നതാണ്. കടുപ്പം കുറച്ച്, അതിനും കുറച്ച് കുഞ്ഞു ചായ. അപ്പോൾ ഞാൻ എൻ്റെ അടുക്ക് വേറൊരു പണിയും കൂടി കണ്ട ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പഠിച്ചതാണ്. പക്ഷെ ഇനി പ്രൊഫഷണലായിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റേതായ കുറച്ച് സ്റ്റിച്ചെല്ലാം കൊണ്ട് ഓരോന്ന് ചെയ്യലുണ്ട്. ഇപ്പോൾ കല്ലുവിനുടുപ്പും എല്ലാം ഉണ്ടാക്കലുണ്ട്. ഇപ്പം ഞാൻ വേറൊരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും അതാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി. ഇനി കല്ലൂസ് നല്ല ഉറക്കാം. ചായക്കുട്ടീനെ രാവിലെ തന്നെ കുറച്ച് നമ്പേഴ്സിൽ എഴുതാൻ വേണ്ടി ഇരിക്കുന്നു. നമുക്ക് നോക്കാം.
ഓടി വന്ന ആ ഫ്രഷ് മൈൻഡിൽ ഞാനോളെ കൊണ്ട് നമ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. നാളെ ഇതെല്ലാം കണ്ടാൽ മതി. ഇപ്പം നമുക്ക് ഇനി എല്ലാ ദിവസവും വ്ളോഗിൽ നോക്കാം. ചാരു ഉല്ലാസ് രാവിലെ എണീക്കുന്നുണ്ടോ, എത്ര ദിവസം എണീക്കുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഡെയിലി വ്ളോഗും ചെയ്യും അല്ലേ ചാരു? എന്നെല്ലാം പറയുന്നുണ്ട്. ചായയെല്ലാം കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഏടെയല്ലാത്ത രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. കാരണം ഫുള്ളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മറന്നുപോയി. ഇപ്പോൾ സമയം 5 മണിയായി. അതുകൊണ്ട് നമുക്ക് നാളെ നല്ല രീതിക്ക് ഒരു വൃത്തിക്ക് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാം. നാളെ വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ നാളെ എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പം ക്ലാസ്സിലെല്ലാം പോകണം. അങ്ങനെ ഫുള്ള് ബിസി ആയിരിക്കും. അപ്പം പുതിയൊരു വ്ളോഗും വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാമെങ്കിൽ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ തന്നെയാണ് മൊത്തം ഉണ്ടാവും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ ചാനൽ കൈവിട്ട് പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു എനർജി കിട്ടുന്നില്ല പഴയ പോലെ വീഡിയോ ചെയ്യാൻ. എന്താണെന്നറിയില്ല, നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചാനൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയാൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു വിഷമം. എന്നിട്ടിപ്പോൾ പഴയ പോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ എല്ലാവരും ഒന്ന് വെറുതെ സ്റ്റാറ്റസും എല്ലാം ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിലാക്കിത്ത ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.